നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖിന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ഗാസയിലെ സമാധാന കരാറിന് തടസ്സമായി മരിച്ച ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം. മൃതദേഹങ്ങൾ കൈമാറുന്നത് വൈകുന്നുവെന്ന് ആരോപിച്ച് ഗാസയിലേക്കുള്ള സഹായങ്ങൾക്ക് ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും റഫ അതിർത്തി അടയ്ക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ 4 മൃതദേഹങ്ങൾ ഹമാസ് റെഡ് ക്രോസ് വഴി ഇസ്രായേലിന് കൈമാറി. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി അവ ടെൽ-അവീവിലെ അബു ഖബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. നടപടിക്രമങ്ങൾക്ക് 2 ദിവസത്തെ കാലതാമസം ഉണ്ടാകുമെന്നാണ് വിവരം. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ തടഞ്ഞുവെച്ചതിലൂടെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇസ്രായേൽ ആരോപിച്ചതിന് ശേഷമാണ് ഈ കൈമാറ്റം നടന്നത്. തിങ്കളാഴ്ച ജീവനോടെയുള്ള 20 ബന്ദികളെയും മരിച്ച 4 പേരുടെ മൃതദേഹങ്ങളും ഹമാസ് വിട്ടയച്ചിരുന്നു. എന്നാൽ ബാക്കിയുള്ള ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടയക്കുന്നതിലാണ് കാലതാമസം ഉണ്ടായത്. ചൊവ്വാഴ്ച രാത്രിയോടെ 4 മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിലേക്ക് എത്തി. ഇവ ബന്ദികളുടേതാണെന്ന് സ്ഥിരീകരിച്ചാൽ 20 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശം അവശേഷിക്കുന്നുവെന്ന് ഇസ്രായേൽ അധികൃതർ പറഞ്ഞു. ഈ വർഷം ആദ്യം കൊല്ലപ്പെട്ട ബന്ദിയായ ഒരാളുടേതാണെന്ന് പറഞ്ഞ് ഹമാസ് ഇസ്രായേലിനൊരു മൃതദേഹം നൽകിയിരുന്നു. എന്നാൽ അത് ഒരു പാലസ്തീൻകാരന്റേതാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. അതേസമയം കൊല്ലപ്പെട്ട 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ബുധനാഴ്ച ഇസ്രായേലിന് കൈമാറുമെന്ന് ഹമാസ് മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. നടപടികൾ വേഗത്തിലാക്കിയാൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഇന്ന് പുലർച്ചെ പാകിസ്ഥാൻ അഫ്ഗാൻ സൈന്യങ്ങൾ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുവെന്നും ഇരുവശത്തുള്ളവർക്കും പരിക്കേറ്റതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ പ്രവിശ്യയ്ക്കും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയ്ക്കും ഇടയിലെ പ്രധാന അതിർത്തി ജില്ലയായ സ്പിൻ ബോൾട്ടാക്കിൽ പുലർച്ചെ 4 മണിയോടെ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നതായാണ് അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗാമ പ്രസ് റിപ്പോർട്ട് ചെയ്തത്. പാക് സൈന്യം ജനവാസ കേന്ദ്രങ്ങളിൽ ഷെല്ലാക്രമണം നടത്തിയെന്നും ആളുകൾ വീട് വിട്ട് പലായനം ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയായ ഡ്യൂറന്റ് ലൈനിൽ അഫ്ഗാൻ സേനയും പാകിസ്ഥാൻ അതിർത്തി രക്ഷാസേനയും തമ്മിൽ ചൊവ്വാഴ്ച രാത്രി വെടിവയ്പ് നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഘർഷം വീണ്ടും വർദ്ധിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന് നിയന്ത്രണ രേഖയിൽ 100-ലധികം സൈനികരെ നഷ്ടപ്പെട്ടെന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗൈ. പാക് സ്വാതന്ത്ര്യ ദിനത്തിൽ അവർ നൽകിയ മരണാനന്തര ബഹുമതികളുടെ എണ്ണം 100-ൽ കൂടുതലാണെന്നും അതിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ അംഗങ്ങളായ 34 രാജ്യങ്ങളുടെ സേനാ മേധാവിമാരുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാന് 5 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 12 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. ആക്രമണവുമായി മുന്നോട്ട് പോകാനായിരുന്നു അവരുടെ തീരുമാനമെങ്കിൽ കൂടുതൽ ദുരന്തമുണ്ടാകുമായിരുന്നു. അവരുടെ 11 വ്യോമതാവളങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു. മെയ് 9-നും 10-നും ഇടയിൽ രാത്രിയിൽ ഇന്ത്യൻ വ്യോമസേന 1-ലധികം പാക് വ്യോമതാവളങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തി. പാക് ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമാതിർത്തി ആവർത്തിച്ച് ലംഘിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. അവരുടെ 11 വ്യോമതാവളങ്ങൾ ആക്രമിച്ചു. 8 വ്യോമതാവളങ്ങൾ, 3 ഹാങ്ങറുകൾ, 4 റഡാറുകൾ എന്നിവ തകർത്തു. 300 കിലോമീറ്ററിലധികം ദൂരത്തിൽ നടന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കര-വ്യോമ ആക്രമണമായിരുന്നു അത്. പഹൽഗാം ഭീകരരെ വധിക്കാൻ ഞങ്ങൾക്ക് 96 ദിവസം വേണ്ടിവന്നു. 3 പേരെയും കണ്ടെത്തി അവസാനിപ്പിച്ചുവെന്നും രാജീവ് ഗൈ കൂട്ടിച്ചേർത്തു. അമേരിക്കയ്ക്കെതിരെ ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്ത ഇന്ത്യൻ വംശജൻ അമേരിക്കയിൽ അറസ്റ്റിൽ. സൈനിക രേഖകളും രഹസ്യങ്ങളും ചോർത്തിയെന്ന പേരിൽ ഇന്ത്യൻ വംശജനായ ആഷ്ലി ടെല്ലിസിനെ FBI അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ആസ്ഥാനമായ പെന്റഗണിൽ കോൺട്രാക്ടറായും ആഭ്യന്തര വകുപ്പിന്റെ ഉപദേഷ്ടാവായും ആഷ്ലി ജോലി ചെയ്തിട്ടുണ്ട്. വ്യോമസേനയുടെ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും സംബന്ധിച്ച രേഖകൾ അനധികൃതമായി കൈകാര്യം ചെയ്യുകയും കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തതായി കോടതി രേഖകൾ വ്യക്തമാക്കി. അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇന്റലിജൻസ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ടെല്ലിസ് ചൈന സർക്കാർ ഉദ്യോഗസ്ഥരുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയതായി പറയുന്നു. ഇറാൻ ചൈന ബന്ധത്തെക്കുറിച്ചും നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ഇടയ്ക്കിടെ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നുവെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്.
ഗാസയുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളിയാകാൻ ഇന്ത്യ അടിയന്തര സഹായം ഉടൻ അയക്കും. അതോടൊപ്പം യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തിന്റെ പുനർനിർമ്മാണ ശ്രമങ്ങളിലും ഇന്ത്യ സജീവ പങ്കാളിത്തം വഹിക്കാൻ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട്. ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്നു. വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. അടുത്ത ദിവസങ്ങളിലായി മരുന്നുകൾ, ഭക്ഷണ സാധനങ്ങൾ, കൂടാരങ്ങൾ, പുതപ്പുകൾ, സ്ത്രീകൾക്കുള്ള ശുചിത്വ സാമഗ്രികൾ, ശിശുക്കൾക്കുള്ള പാൽപ്പൊടി എന്നിവയുടെ ആദ്യഘട്ട സഹായം ഇന്ത്യ ഗാസയിലേക്ക് അയക്കും. ഹ്രസ്വകാല സഹായങ്ങൾക്കപ്പുറം ദീർഘകാല പുനർനിർമ്മാണ പദ്ധതികളിലും പങ്കാളിയാകാനാണ് ഇന്ത്യയുടെ തീരുമാനം.